ഹലോ നമസ്കാരം. ഇന്നത്തെ എൻ്റെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരൊറ്റ ദിവസം കൊണ്ട് ഞങ്ങളൊക്കെ നിങ്ങൾക്ക് അന്യരായോ എന്നൊരു ചോദ്യത്തിൽ നിന്നാണ് ഇന്നത്തെ വീഡിയോ ഞാനിവിടെ തുടങ്ങുന്നത്. കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് നടത്തിയൊരു പത്രസമ്മേളനത്തിൻ്റെ ഭാഗമായി നമ്മുടെയൊക്കെ പ്രിയങ്കരനായ മോഹൻലാൽ എന്ന അഭിനയ പ്രതിഭ നമ്മുടെയൊക്കെ ലാലേട്ടൻ നടത്തിയൊരു പത്രസമ്മേളനത്തിൽ വളരെ വികാരധീനനായി അദ്ദേഹം പറഞ്ഞൊരു വാചകമാണിത്. ശരിയല്ലേ? നമ്മൾ സിനിമ കാണുന്നത് തന്നെ മോഹൻലാലിൻ്റെയും മമ്മൂട്ടിയുടെയും ഒക്കെ സിനിമകൾ കണ്ടാണ് നമ്മൾ വളരുന്നത്. ലാലേട്ടൻ, മമ്മൂക്ക എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് ജീവനാണ്. അങ്ങനെയുള്ള നമ്മളൊക്കെ ലാലേട്ടനെയും മമ്മൂക്കയും ഒക്കെ അന്യരാക്കാൻ തുടങ്ങിയോ എന്നൊരു ചിന്ത അതിൽ നിന്ന് വന്നു തുടങ്ങി. ഈ കഴിഞ്ഞ ദിവസങ്ങളായി കേരളത്തെ ആകെ പിടിച്ചു കുലുക്കിയ ഹേമ കമ്മിറ്റി റിപ്പോർട്ടും അതിനെ തുടർന്നുള്ള സംഭവ വികാസങ്ങളും അരങ്ങേറുകയാണ്. എന്നാലും എൻ്റെ മനസ്സിൽ തോന്നിയ കുറച്ച് കാര്യങ്ങൾ ഞാൻ നിങ്ങളോടൊന്ന് ഷെയർ ചെയ്തോട്ടെ. ഒന്നാമതായി തന്നെ നമ്മൾ ഈ സോഷ്യൽ മീഡിയയിൽ, കാരണം ഞാൻ പറയുന്നത് ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം തുടങ്ങിയ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൂടെ മെസ്സഞ്ചർ വഴി സൗഹൃദ സംഭാഷണങ്ങൾ തുടങ്ങുന്നവർ ഒരുപാട് പേരുണ്ട്. അപ്പം അങ്ങനെ ഒരു പ്രൈവറ്റ് ചാറ്റിലൂടെ തുടങ്ങിയൊരു സൗഹൃദം, ഒരുപാട് പേര് അങ്ങനെയുള്ള സൗഹൃദങ്ങൾ പെൺകുട്ടികൾക്ക് വന്നു പോകുന്ന ഒരു അബദ്ധങ്ങൾ തന്നെയാണ്. പക്ഷേ എങ്കിൽ പോലും ഞാൻ പറയുകയാണ്, അത് ചതിക്കുഴികളാണെന്ന് നമ്മൾ തിരിച്ചറിയേണ്ട കാലം അതിക്രമിച്ചു. കാരണം നമുക്ക് ഒരു പരിചയവുമില്ലാത്ത ആൾക്കാരുമായുള്ള ഈ സൗഹൃദം, നമ്മൾ ഈ ഒരു ഫ്രണ്ട്ഷിപ്പ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അതിൽ എത്ര പേര് ഫേക്കാണ്, എത്ര പേര് ജെന്യുവിൻ ആണെന്നൊന്നും നമുക്കറിയില്ല. എങ്കിൽ നമ്മൾ വളരെ സൂക്ഷിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. ഇനിയെങ്കിലും ഇങ്ങനെയുള്ള പ്രൈവറ്റ് ചാറ്റുകളിലൂടെ നമ്മൾ ബൈ പറയേണ്ട സമയമായിരിക്കുന്നു. അതല്ലെങ്കിൽ അത് തീർച്ചയായിട്ടും നമ്മളെ ചതിക്കുഴികളിലേക്കാണ് കൊണ്ടെത്തിക്കുന്നത്. നമ്മൾ തീർച്ചയായിട്ടും അങ്ങനെയുള്ള ചാറ്റുകൾ നമ്മൾ ഒഴിവാക്കുക. രണ്ടാമത്തെ കാര്യം, അല്ലെങ്കിൽ ഒരു സ്ത്രീയുടെ അനുവാദമില്ലാതെ, അല്ലെങ്കിൽ ഒരു പെൺകുട്ടിയുടെ അനുവാദമില്ലാതെ അവളുടെ ദേഹത്ത് സ്പർശിക്കുന്നത് ആരാണെങ്കിലും അതിനെ ഡിഫെൻഡ് ചെയ്യുക. അപ്പോഴും തന്നെ അതിനെ ഡിഫെൻഡ് ചെയ്യുക. അതല്ലാതെ നമ്മളൊന്നും പറയാതിരുന്നാൽ വീണ്ടും വീണ്ടും ഇത് കൂടുകയുള്ളൂ. വീണ്ടും അതും നമുക്ക് പ്രശ്നങ്ങളിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കുകയുള്ളൂ. അപ്പം നമ്മൾ അപ്പോൾ തന്നെ നോ പറയേണ്ടിടത്ത് നോ പറയാനാണ് പെൺകുട്ടി ആദ്യം പഠിക്കേണ്ടത്. അതപ്പോൾ തന്നെ ഇപ്പം ഏത് മേഖലയാണെങ്കിലും, സിനിമാ മേഖല മാത്രമല്ല, ഏത് മേഖലയിലാണെങ്കിലും സ്ത്രീകൾക്ക് ഒരുപാട് ചൂഷണങ്ങൾ നേരിടേണ്ടി വരുന്ന ഒരു സമയമാണിത്. അപ്പം ഇങ്ങനെയുള്ള സമയങ്ങളിൽ നമ്മൾ പഠിക്കേണ്ട കുറച്ച് പാഠങ്ങളാണ്. ഒന്ന്, ഇതുപോലത്തെ സൗഹൃദ സംഭാഷണങ്ങൾ, പ്രൈവറ്റ് ചാറ്റ് വഴിയുള്ള നമ്മൾ ഫ്രണ്ട്ഷിപ്പ് ക്രിയേറ്റ് ചെയ്യുക. അതിനനുസരിച്ച് അവർ പറയുന്നതൊക്കെ നമ്മൾ വിശ്വസിക്കുക, അതിൻ്റെ പിറകെ പോവുക. ഇതൊക്കെ നമ്മൾ നിർത്തുക. സെക്കൻഡ് തിങ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതേപോലത്തെ കാര്യങ്ങൾ ഞാൻ പറഞ്ഞല്ലോ, ഈ നമ്മുടെ ദേഹത്ത് നമ്മൾ അറിയാതെ, നമ്മുടെ പെർമിഷൻ ഇല്ലാതെ നമ്മുടെ ദേഹത്ത് സ്പർശിക്കുന്നത് ആരാണെങ്കിലും അതപ്പോൾ തന്നെ നോ പറയുക, ഡിഫെൻഡ് ചെയ്യുക. മൂന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളെല്ലാവരും ഇപ്പം ഈ ഒരുപാട് സംഭവ വികാസങ്ങളൊക്കെ ഇവിടെ കേരളത്തിൽ അരങ്ങേറി. പക്ഷെ നമ്മളൊന്നും ചിന്തിച്ച്, നമ്മളൊക്കെ സ്ത്രീകളാണ്, പക്ഷെ നമ്മളെപ്പോലുള്ള സ്ത്രീകളാണ് ഈ ആരോപണ വിധേയരായവരുടെ വീടുകളിലും സ്ത്രീകളുണ്ട്, അവരുടെ ഭാര്യമാര്, അമ്മമാര്, കുഞ്ഞുങ്ങളൊക്കെ. അപ്പോൾ അതും കൂടെ നമ്മൾ ചിന്തിക്കേണ്ട കാര്യമാണ്. കാര്യം അവരെന്ത് പിഴച്ചു? എത്രയോ ദിവസങ്ങളായി ഈ ഒരു സംഭവങ്ങൾ ഈ മാധ്യമങ്ങൾ ചർച്ചയായി തുടങ്ങിയിട്ട്, നമുക്ക് പ്രായമായവരുടെ കയ്യിൽ വരെ ഇപ്പം മൊബൈലുള്ള സ്ഥിതിക്ക് അവരൊക്കെ മൊബൈൽ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ അവർക്കൊക്കെ ഇത് കാണാൻ പറ്റുന്ന കാര്യങ്ങളാണ്. അവരുടെയൊക്കെ മനസ്സ് എത്രമാത്രം വേദനിച്ച് കാണും. അപ്പം കുറച്ചുകൂടി ഇങ്ങനത്തെയുള്ള കാര്യങ്ങളൊക്കെ കുറച്ചൊരു പ്രൈവസി, ഇങ്ങനെയുള്ള കേസും വാദങ്ങളും ഒക്കെ കുറച്ച് പ്രൈവസി വേണമെന്നാണ് എനിക്ക് തോന്നുന്നത്. അത് അവർ മാത്രം അറിഞ്ഞാൽ മതിയല്ലോ. എന്തിനാണ് ബാക്കിയുള്ള ജനങ്ങളെ മുഴുവൻ അതറിയിച്ചു ദിവസങ്ങളോളം ഇതിൻ്റെ പിറകെ ചർച്ചയ്ക്ക് നടക്കേണ്ട കാര്യമില്ലെന്നാണ് എൻ്റെ മനസ്സിൽ തോന്നുന്ന ഒരു അഭിപ്രായം. കൂടാതെ തന്നെ നമ്മുടെ ഓർമ്മയുണ്ടല്ലോ, ജൂലൈ 30-നാണ് ഒരു പ്രദേശത്തെ ആകെ പിടിച്ചു കുലുക്കിയ വയനാട് ദുരന്തം. മുണ്ടക്കൈ, ചൂരൽമല തുടങ്ങിയ സ്ഥലങ്ങൾ
മുഴുവൻ ഒഴുകിപ്പോവുകയാണ്. സ്കൂളുകളെല്ലാം, വീടുകൾ, ഒരുപാട് പേരുടെ പ്രിയപ്പെട്ടവരെ നഷ്ടപ്പെട്ടു, അവരുടെ വീടുകൾ നഷ്ടപ്പെട്ടു, കുഞ്ഞുങ്ങൾ നഷ്ടപ്പെട്ടു. അങ്ങനെ എത്രയോ പേര് പുനരധിവാസ കേന്ദ്രത്തിൽ, റീഹാബിലിറ്റേഷൻ സെൻറ്ററിൽ താമസിപ്പിച്ചിരിക്കുകയാണ്. അവരുടെ ഇന്നത്തെ അവസ്ഥ എന്താണ്? എല്ലാം നമ്മൾ മറന്നു. കേവലം 1 മാസമേ ആയിട്ടുള്ളൂ. ഈ 1 മാസത്തിനുള്ളിലാണ് പെട്ടെന്ന്, കാരണം ഓർത്തു നോക്കൂ, ജൂലൈ 30-നാണ് ഈ ഒരു ദുരന്തം സംഭവിച്ചത്, വയനാട് ദുരന്തം. അത് കഴിഞ്ഞ് ഇപ്പം സെപ്റ്റംബർ 1 ആയതിലേ ഉള്ളൂ. ഈ സെപ്റ്റംബർ 1 ആയപ്പോഴത്തേക്ക് തന്നെ നമ്മുടെ ചർച്ച, അതിൽ തന്നെ ഒരു ഓഗസ്റ്റ് 15 ഒക്കെ ആയപ്പോഴത്തേക്ക് തന്നെ ചർച്ച മാറി, അടുത്ത സബ്ജക്റ്റിലേക്ക് കടന്നു. അപ്പോൾ ഈ മാധ്യമങ്ങൾ മുഴുവൻ സെൻസേഷണൽ ന്യൂസിൻ്റെ പിറകെയാണ്. പക്ഷേ ഇതൊരു അതിര് വിടുന്നില്ലേ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്ന് പറയൂ. കാരണം ആ ഒരു ദുരന്തം കഴിഞ്ഞിട്ട്, വയനാട് ദുരന്തം കഴിഞ്ഞിട്ട്, ആ അമ്മയും മക്കളും അച്ഛനും ആ ഒരു കുടുംബവും അവരുടെ പ്രിയപ്പെട്ടവരും അവരുടെ കുഞ്ഞുങ്ങളും ഒക്കെ ഇപ്പം എന്താ ചെയ്യുന്നത്? കുഞ്ഞുങ്ങളൊക്കെ പഠിക്കാൻ പറ്റുന്നുണ്ടോ? അവർക്ക് സ്കൂളിൽ പോകാൻ പറ്റുന്നുണ്ടോ? അവരെവിടെയാണ് അവർ താമസിച്ചിരിക്കുന്നത്? ഇതിന് കാര്യങ്ങളൊന്നും നമുക്കറിയാൻ പറ്റുന്നില്ല, അല്ലേ? അപ്പം ഇതിലേക്കൊക്കെ നമ്മൾ തിരിച്ചു വരേണ്ട സമയമായി. കാര്യം നമ്മുടെ കേരളത്തെ ബാധിച്ച ഏറ്റവും വലിയൊരു ദുരന്തമായിരുന്നത്. ബാക്കി ഇതെല്ലാം മാറ്റി നിർത്തി നമ്മൾ എപ്പോഴും ഈ സെൻസേഷണൽ ന്യൂസിൻ്റെ പിറകെ മാത്രം പോകുമ്പോൾ അത് ശരിയാണോ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. അപ്പോൾ ഈ ഒരു കൊച്ചു കാര്യം നിങ്ങളോടൊന്ന് ഷെയർ ചെയ്യണം തോന്നി, അതുകൊണ്ടാണ് ഞാനിത് പറയുന്നത്. കാര്യം എല്ലാ ചാനലുകളിലും ഒരുപാട് ഇതിനെക്കുറിച്ച് ഒരുപാട് ഡീറ്റെയിൽഡായിട്ട് പറയുന്നുണ്ട്. പക്ഷേ എൻ്റെ മനസ്സിൽ തോന്നിയ കാര്യങ്ങൾ വളരെ, ഞാൻ പറഞ്ഞല്ലോ, വളരെ ചുരുക്കത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പെൺകുട്ടികളെ സ്ത്രീകളും ഒക്കെ സൂക്ഷിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മളെല്ലാവരും വളരെ കെയർഫുൾ ആകുക. നമ്മുടെ ഓരോ ചുവടുവയ്പ്പും വളരെ സൂക്ഷിച്ചാവട്ടെ. നമ്മൾ ഇടപെടുന്ന ആൾക്കാരോട് നമ്മൾ വളരെ കെയർഫുള്ളായി സംസാരിക്കുക. അനാവശ്യമായിട്ടുള്ള പ്രൈവറ്റ് ചാറ്റുകളിലൂടെയൊക്കെയുള്ള സൗഹൃദ സംഭാഷണങ്ങൾ നിർത്തുക. നമ്മുടെ അനുവാദമില്ലാതെ നമ്മുടെ ദേഹത്തൊരു ബാഡ് ടച്ച് നടത്താൻ ആരെയും അനുവദിക്കാതിരിക്കുക. അങ്ങനെ വളരെ കെയർഫുള്ളായി, വളരെ സന്തോഷത്തോടെ ജീവിതം ഓരോ പെൺകുട്ടിക്കും മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയട്ടെ. ചൂഷണത്തിനിരയായ എല്ലാ പെൺകുട്ടികൾക്കും ഒപ്പം തന്നെയാണ് ഞാൻ ഉൾപ്പെടുന്ന സമൂഹവും. ധൈര്യമായിരിക്കൂ.